അവിടെ ഇരുന്ന ഉടമ്പടി തൈലം ഞങ്ങളെല്ലാം വെഞ്ചരിച്ച് തരുമ്പോൾ നിങ്ങൾ ഓർക്കരുത് ഇത് പായസമൊക്കെ വെഞ്ചരിച്ച് കിട്ടുന്ന പോലെ വെഞ്ചരി. ഇതെല്ലാം ഉടമ്പടി കുർബാന ചെല്ലിയതിന് ശേഷം 12 തരം പ്രാർത്ഥനകൾ ചൊല്ലിയിട്ട് യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റു പറഞ്ഞു, ദൈവം മരിച്ചൊന്ന് ഉറപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ചിട്ട് ലൂക്ക 2:10 റോമ 10:9 അനുസരിച്ചുകൊണ്ട് ആ ഫോർമുല അനുസരിച്ചുകൊണ്ട് ലൂക്ക 2:30 അനുസരിച്ച് രക്ഷ പ്രാപിക്കുന്ന രീതി രക്ഷ യേശു ക്രിസ്തു ആണ്. എല്ലാ ക്രിസ്തുവിനെ അതിൻ്റെ അകത്ത് പല രീതിയിൽ പല ശക്തിയിൽ പല രൂപത്തിൽ ഇൻകൾക്കേറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇത് നിങ്ങൾ അതേ പവറിലാണ് വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഈ സംഭവം തിരിച്ചെടുക്കുന്നത്. അപ്പോൾ ഇവരങ്ങനെ എടുക്കാൻ കഴിവുള്ളവരാണ്. അവരെന്ത് ചെയ്ത് ഉടമ്പടി തൈലം കൊണ്ടുപോയി വെച്ചും ഈശോ ഇതിൻ്റെ ഈ സ്ഥലം കുറേ ആൾക്കാർ അന്ന് കണ്ടിട്ട് ആർക്കും വേണ്ട പോവുകയും അങ്ങനെ ഇപ്പോൾ ഉടമ്പടി തൈലം ഒഴിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി. അപ്പോൾ ഇപ്പം ഞാൻ പറയണ കേട്ടിട്ട് നിങ്ങൾ ഉടമ്പടി തൈലം കൊണ്ടുപോയി അവിടെ ഇവിടെയൊക്കെ ഒഴിച്ചു വെക്കണത് അതൊക്കെ ഒന്ന് വിശ്വാസ പ്രമാണം ഒന്ന് പഠിക്കും മര്യാദക്ക്. അതിനുശേഷം വിശ്വാസ പ്രമാണം സ്നേഹത്തോടെ ചെല്ലാൻ വേണ്ടി പഠിക്കണം. ചുമ്മാ ചെല്ലാൻ വിശ്വാസ പ്രമാണം ആർക്കും പറ്റും, പക്ഷേ ഇത് വിശ്വസിക്കണം. യേശു ക്രിസ്തു ഏകരക്ഷകനാണെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം. എന്നിട്ട് അത്തരം കൊണ്ട് ഏറ്റു പറയണം, ദൈവം അവനെ മരിച്ചോന്ന്, അവൻ കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റു പറയണം. അവൻ മരിച്ചോന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുമ്പോഴാണ് ക്രിസ്തുവാകുന്ന രക്ഷയെ നമ്മൾ പ്രാപിക്കുന്നത്. അത് ക്രിസ്തു എല്ലാമാണ്. ക്രിസ്തുവിന് ശക്തി ആയതുകൊണ്ട് ബോഡി പ്രാപിച്ചാൽ അത് സൗഖ്യമായി മാറും, ജീവിത മണ്ഡലങ്ങൾ പ്രാപിച്ചാൽ അത് അനുഗ്രഹമായി മാറും, അതുപോലെ തന്നെ ആത്മാവിൽ പ്രാപിച്ചാൽ കൃപയായി മാറും, അത് നിത്യമഹത്വത്തിന് കാരണമാകും. ക്രിസ്തു എല്ലാമാണ്. അപ്പോൾ ക്രിസ്തുവിനെ വ്യത്യസ്തമായ രീതിയിലാണ് നമ്മളിത് വ്യത്യസ്തമായ മീഡിയൻസിലൂടെയാണ് ഇത് പ്രാപിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇവരെ കൊണ്ട് ഉടമ്പടി തൈലം വിശ്വാസപ്രമാണം ചൊല്ലി എടുക്കാത്ത സ്ഥലത്ത് ഒഴിച്ചിട്ട് അവർ പോകുന്നു. പിറ്റേ ദിവസം സ്ഥലം വിറ്റുപോയി. കാശ് കൃത്യമായിട്ട് 10-ാം തീയതി തന്നെ കൊടുത്ത് അവർക്ക് ജപ്തി നടപടി 15-ാം തീയതി വ്യത്യാസം 10-ാം തീയതി സ്ഥലം വിറ്റുപോയി. അമ്മ പറഞ്ഞ ആ ഡേറ്റ് അമ്മ അതിലിട്ട ആ ഡേറ്റിന് സ്ഥലം വിറ്റുപോവുകയും അവർ സ്ഥലം കാശ് കൊണ്ടേ കൊടുത്തിട്ട് ജപ്തി നടന്ന് രക്ഷപ്പെട്ട്. പക്ഷേ ആ സമയത്ത് എൻ്റെ മകൾ കയറിപ്പോയി, നമുക്ക് അവിടെ ജോലിയായിപ്പോൾ. ഇതെല്ലാം ഒരു അപ്പനും മകളും അമ്മയും കൂടി ചെയ്യുന്ന ഒരു എക്സിക്യൂഷനുണ്ട്, ഉടമ്പടി എക്സിക്യൂഷൻ. അതിനവർ കാണിക്കുന്ന ഉള്ളിലുള്ള ഒരു പൂർണ്ണമായ വിശ്വാസമുണ്ട്. ഇത് നിങ്ങൾ ആദ്യം പ്രാർത്ഥിക്കണം. അതായത് ഉടമ്പടിയുടെ ചെയ്യുന്ന ആൾക്കാരുടെ കുഴപ്പങ്ങൾ അവരൊക്കെ സംഭവിക്കുന്നത്. ചെയ്യുന്ന ആൾക്കാർ ആഴമായ വിശ്വാസവും ബോധ്യം ഉണ്ടെങ്കിലേ പിന്നെ ഉടമ്പടി ഭംഗിയായിട്ട് ചെയ്യുന്ന ആൾക്കാരെ ചില ആൾക്കാർ തെറ്റിക്കാൻ നോക്കും. അപ്പോൾ ചിലരുടെ മുമ്പിൽ വെച്ച് അവർ ഉടമ്പടി വീട്ടിൽ പോലും പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. അവരിങ്ങനെ പെയ്തും പെരക്കൊക്കെ ഇരിക്കും. നിങ്ങളത് മൈൻഡ് ചെയ്യരുത്. വീട്ടിൽ എന്തെല്ലാം ഇതുപോലെ പിശാച് വന്ന ഭർത്താവിൻ്റെ രൂപത്തിലാണ്, ഭാര്യയുടെ രൂപത്തിലാണ്, നാത്തിൻ്റെ രൂപത്തിലാണ്, മക്കളുടെ രൂപത്തിലാണ് വന്നിട്ട് പിറുപിറുത്തോണ്ടിരിക്കും. പിറുപിറുപ്പ് തുടങ്ങുമ്പോൾ തന്നെ ഓർക്കുമ്പോൾ ഇത് ദൈവത്തിൻ്റെ അല്ല, ഇത് മറ്റേ കക്ഷിയാണ്. നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ദൈവത്തിൻ്റെ കൂടെ ഉറച്ചു നിന്നുകൊണ്ട് നിങ്ങൾ ഏറ്റവും ജോലി അങ്ങോട്ട് പൂർത്തിയാക്കുക, ഭംഗിയായിട്ട് ചെയ്യുക. അതുകൊണ്ട് സ്വസ്ഥമായിട്ടിരിക്കുക. ഉടമ്പടിയുടെ സാക്ഷ്യങ്ങൾ 1 by 1 ആയിട്ട് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കണം. ഒന്ന് എഴുന്നേറ്റ് എല്ലാവരും സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 വലിയ അഭിഷേകം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, യേശുവേ ആരാധന. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവിയുടെ നിയോഗങ്ങളെ ഓർക്കുന്നു ഞങ്ങൾ. എല്ലാ ദിവസവും ഉടമ്പടി എടുക്കാൻ പുതുക്കാനും ഇവിടെ അവസരമുണ്ട്. എല്ലാ ദിവസവും ഉണ്ട്. രാവിലെ 7:30 കുർബാന, ചില സമയത്ത് 8 മണിയാകും. പക്ഷേ അതിൻ്റെ ടൈം 7:30 മണിക്കാണ്. രാവിലെ എത്തിക്കഴിയണം 5 മണിക്ക് 5:30 എത്തുന്ന ആൾക്കാരുണ്ട്. 6:30 നമ്പർ കൊടുക്കും. എന്താ നമ്പർ കൊടുക്കണം? ആദ്യം വന്നവർക്ക് ആദ്യം നമ്പർ കിട്ടും. 6:30 ഞങ്ങൾ കൗണ്ടറിൽ നമ്പർ കൊടുക്കും. അല്ലെങ്കിൽ അവസാനം 10 മണിക്ക് വരുന്ന ആൾക്കാർ ആദ്യം കയറിപ്പോവും. ആദ്യം വന്ന ആൾക്കാർ അവിടെ നിൽക്കും. അതുകൊണ്ട് ഞങ്ങൾ നമ്പർ തരാം. നമ്പർ അനുസരിച്ച് മുകളിൽ എടുക്കത്തുള്ളൂ. താഴേക്ക് വരുമ്പോഴേ നമ്പർ എല്ലായിടത്തും ഫോളോ ചെയ്ത് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് വരിക. ആദ്യത്തെ ഒരു ക്ലാസ് രാവിലെ അച്ഛൻ്റെ ക്ലാസ്സാണ്. അത് കുർബാന കഴിയുമ്പോൾ തന്നെ 9 മണിക്ക് ആരംഭിക്കാം. ആ ക്ലാസ് കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ അപ്പോൾ തന്നെ ഒരു പിക്കപ്പ് ആവും ശരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ഉടമ്പടി എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് മുകളിൽ ക്ലാസ്സുണ്ട്. ഉടമ്പടി പുതുക്കാനുള്ളവർക്ക് സെക്കൻഡിലെ 2ാമത്തെ ഫ്ലോറിൽ കൗൺസിലിംഗ് ഉണ്ട്. അതിനുശേഷം ഫസ്റ്റ് ബാച്ച് ചെയ്യുമ്പോൾ പിന്നെ വരുന്നവർക്ക് ക്ലാസ് വൈകുന്നേരം 4 മണിയോടുകൂടി ക്ലോസ് ചെയ്യും. 4 മണി കഴിഞ്ഞാൽ പുതിയ ആൾക്കാർ എടുക്കത്തില്ല. 4 മണി കഴിഞ്ഞാൽ പുതിയ ആൾക്കാർ എടുക്കത്തില്ല. അതുകൊണ്ട് ക്ലോസ് ചെയ്യാൻ. അപ്പോൾ ബാക്കിയുള്ളവരെ ഉടമ്പടി പൂർത്തിയാക്കി പുതുക്കിയിട്ട് 5 മണിക്ക് സ്ഥാപനം ക്ലോസ് ചെയ്യും. അതാണ് ഇവിടുത്തെ ടൈം ടേബിൾ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഉടമ്പടി എടുക്കുന്നതിന് ഏറ്റവും കുറഞ്ഞത് 3 മണിക്കൂർ വേണം. അപ്പോൾ നിങ്ങൾ ചില ആൾക്കാരൊക്കെ വൈകുന്നേരം വന്നിട്ട് ഒരു ഉടമ്പടി ഇങ്ങോട്ട് കാണാമെന്നൊക്കെ പറയും. എന്ത് പറയാനാ?
അവരവർക്കുണ്ട് 2 മിനിറ്റ് കൊണ്ട് നമ്മൾ ഉടമ്പടി എടുത്ത് പോകാമെന്നില്ല, അത് നടക്കത്തില്ല. അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് ബോധ്യപ്പെട്ട് ഞങ്ങൾക്ക് ഉറപ്പ് വന്നാൽ മാത്രമേ. കാര്യം ഉടമ്പടി ദൈവം ഞങ്ങളെ ഏൽപ്പിച്ചതാണ്. എത്രയോ കാലം ഇങ്ങനൊരു ശുശ്രൂഷ ഏൽപ്പിച്ചെന്ന് പറയുമ്പോൾ നിനക്ക് 4 വയസ്സ് മുതലുള്ള കർത്താവുമായിട്ടുള്ള അടുപ്പമാണ്, ബന്ധുവാണ്. ഈ ദൈവം നിങ്ങളുമായിട്ട് അടുത്ത് കഴിഞ്ഞാൽ ദൈവം ആരാണെന്ന് നമ്മളറിയും. അങ്ങനെ അറിയാൻ വേണ്ടി ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി നിങ്ങൾ തീരുമാനിക്കുക. ബാക്കിയുള്ളത് സിമ്പിളാണ് കാര്യങ്ങൾ. ഓക്കെ, ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഉടമ്പടി പുതുക്കാനും എടുക്കാനുമുള്ള നമ്പര് ഒക്കെ വിളിച്ച് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതി. 81 38 04 51 98. രണ്ടാമത്തെ നമ്പർ 98 47 48 15 87. ഈ നമ്പറിൽ വിളിച്ചാൽ ഉടമ്പടി എടുക്കാനും പുതുക്കാനുമുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അവർ പറഞ്ഞു തരും. പിന്നെ അച്ഛനെ കാണണമെന്ന് ആഗ്രഹമുള്ളവർ വിളിക്കേണ്ടത് ഈ നമ്പറിലല്ല, അതിന് വേറെ നമ്പറുണ്ട്. അത് ആ നമ്പർ 9447285400. ഇതാണ് അച്ഛനെ കാണാൻ നമ്പർ. കാര്യം ഞാൻ ചിലപ്പോൾ ഒരാഴ്ച 3 ദിവസം കൂടെ ഉണ്ടാകത്തുള്ളൂ. കാരണം വേറെ സീരിയസ് ആയിട്ടുള്ള ശുശ്രൂഷകൾ വരുമ്പോഴും ഉത്തരവാദിത്തം വരുമ്പോഴും ചിലപ്പോൾ മരിപ്പ് വേണമെങ്കിൽ വരും, ചിലപ്പോൾ സഹപ്രവർത്തകരുടെ കല്യാണം വരും, ചിലപ്പോൾ അടിയന്തരം വരും, ചിലപ്പോൾ അങ്ങനെയൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് പോകും, ചിലപ്പോൾ കോടതി കേസ് വരും. സാമൂഹ്യ പ്രവർത്തനം ഉള്ളതുകൊണ്ട് കേസുണ്ട്, 3 കേസുണ്ട്. അപ്പോൾ ആ കേസ് വരുമ്പോൾ അതിന് പോകും. അപ്പം അങ്ങനെയുള്ള സമയത്തൊക്കെ പോകുന്ന കാരണം നിങ്ങളിവിടെ രോഗികളെയും കൊണ്ടുവരുമ്പോൾ അച്ഛനില്ല എന്നുണ്ടെങ്കിൽ എനിക്കും പ്രയാസമാണ്, നിങ്ങൾക്കും പ്രയാസമാണ്. അതുകൊണ്ട് അച്ഛനില്ലേ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് ആദ്യം ഈ സബിത എന്ന് പറയുന്ന ആൾക്കാരുടെ തന്നെ എൻ്റെ സ്വന്തം നമ്പറാണത്. പക്ഷേ ഇരിക്കണത് ഇവിടുത്തെ കമ്മ്യൂണിക്കേഷൻ സെക്രട്ടറി കയ്യിലാണ് ഇരിക്കണത്. അവിടെ അവർ 9447285400. ഇതാണ് നമ്പർ. ഈ നമ്പർ വിളിച്ച് ചോദിക്കണം. കിട്ടാൻ വലിയ പാടാണ്, കാര്യം ആൾക്കാർ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് എന്ത് വിളിയെന്ന് ചോദിക്കും. പക്ഷേ ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോൾ കിട്ടും. മറ്റാളെ ഓരോരുത്തർ ഇങ്ങനെ വിളിച്ചുകൊണ്ട് ഇരിക്കണമല്ല. അപ്പോൾ അതുകൊണ്ട് പ്രാർത്ഥിച്ച് വിളിക്കുക, വിളിച്ചിട്ട് കാര്യം പറയും. അപ്പോൾ കാര്യം പറയുമ്പോൾ രോഗികൾക്കാണിത് പറയണത്. പിന്നെ നീലക്കാർഡും വെള്ളക്കാർഡും ഉള്ളവരെ അച്ഛൻ കാണാം. നീലക്കാർഡ് എന്ന് പറയുന്നത് എന്താണ്? ഉടമ്പടി 1 കൊല്ലം പുതുക്കിയവർ. വെള്ളക്കാർഡ് എന്ന് പറയുന്നത് ഉടമ്പടി 2 കൊല്ലം പുതുക്കിയ ആൾക്കാർക്കൊക്കെ പച്ചക്കാർഡ് മാറും, വെള്ളക്കാർഡ് നീലക്കാർഡും വരും. അപ്പോൾ അവർക്ക് 90 ദിവസം കൂടുമ്പോൾ ഈ ചീട്ട് ഓഫീസിൽ കാണിച്ച അച്ഛനെ കാണാനുള്ള ഫ്രീ പാസ് തരും. പക്ഷേ ആവശ്യം ഉണ്ടാകണം, അത്യാവശ്യം ഉണ്ടാകണം. കാര്യം നിങ്ങളുടെ കാര്യങ്ങളെല്ലാം അവർ കേട്ടിട്ട് നിങ്ങൾ അത്യാവശ്യമാണോ, ചുമ്മാ കാണാൻ വേണ്ടിയാണോ എന്നൊക്കെ നോക്കിയിട്ട് അതിനേക്കാൾ ആശുപത്രി നിൽക്കുന്ന ആൾക്കാർക്കാണ് ആദ്യം കൊടുക്കത്തുള്ളൂ. പിന്നെ എമർജൻസി രോഗികൾ, സോറിയാസിസ്, അതുപോലെ തന്നെ അവർക്ക് കേൾക്കുമ്പോൾ അറിയാൻ പറ്റും നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റാത്ത രോഗികൾ. നിങ്ങൾക്ക് ജോലിക്കും ചെയ്യാൻ പറ്റണില്ല, ഇരിക്കാനും പറ്റണില്ല, നടക്കാനും പറ്റില്ല, ഉറങ്ങാൻ പോലും പറ്റാത്ത, ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത രോഗികളൊക്കെ ഇല്ലേ? അത് ആ രോഗികളെ കൃത്യമായിട്ട് കറക്റ്റായിട്ട് അവർക്ക് തോന്നിയ ചിലത് ഉടമ്പടി തൈലം നന്നായിട്ട് ചെയ്ത് അച്ഛനെ കാണാൻ നിർബന്ധമില്ല. ഉടമ്പടി തൈലം, ഉടമ്പടി ഉടുപ്പ്, അതൊക്കെ എല്ലാം കൃത്യമായിട്ട് പാലിച്ചു കഴിഞ്ഞാൽ അത് സൗഖ്യപ്പെട്ട് വരും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അപ്പുറത്തുള്ള ചില വിഷയങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ടാകും. കൺഫ്യൂഷൻ വന്നിട്ട് ഡിസ്കസ് ചെയ്യാൻ. ഇപ്പോൾ അയാൾ പറഞ്ഞില്ല മാൾട്ടായിൽ പോകാൻ, ഇസ്രായേൽ പോകാൻ പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞില്ല, കാശ് പോയതിനെ എടുക്കും. അപ്പം അങ്ങനെയുള്ള ഇഷ്യൂ ഉണ്ടാകുമ്പോൾ കാണാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ ഉടമ്പടി അവിടെ സീനിയോറിറ്റി വേണം അതിൻ്റെ അകത്ത്. ഉടമ്പടി നിങ്ങളുടെ വിഷയം സീരിയസ് ആയാൽ മാത്രം പോരാ, നിങ്ങളുടെ ഉടമ്പടിയും സീരിയസ് ആയിരിക്കണം. ഉടമ്പടിയിൽ എല്ലാ പേപ്പറും ഉണ്ടോ, എല്ലാ സമയത്തും പുതുക്കിയതാണോ, പുതുക്കാത്ത ഗ്യാപ്പുണ്ടോ, ഗ്യാപ്പുണ്ടെങ്കിൽ ഇപ്പോൾ കാര്യം വരുമ്പോൾ നിങ്ങൾ ഉടമ്പടി ഉഴപ്പ് ജീവിക്കുക. എന്നിട്ട് വിഷയം വരുമ്പോൾ അതും പൊക്കിക്കൊണ്ട് വന്നാലൊന്നും ചീട്ട് കിട്ടത്തില്ല. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഉടമ്പടി എപ്പോഴും പുതുക്കി പക്കായിട്ട് നിർത്തണം. എപ്പോഴും ഉടമ്പടി പക്ക ഉടമ്പടി ആയിരിക്കണം. അതിൻ്റെ പ്രേക്ഷിത പ്രവർത്തനവും അതിൽ ചിലക്ക് ആരംഭശൂരത്വം ആദ്യത്തെ 2 മാസം ഭയങ്കരമായിട്ട് ഇടിവെട്ട് പ്രവർത്തനമൊക്കെ ചെയ്യും. അത് കഴിഞ്ഞപ്പോൾ ആപ്പാടെ പഴയനേക്കാൾ ഗതികേടായിട്ട് ജീവിച്ചിട്ട് ഇഷ്യൂ ഉണ്ടാകുമ്പോൾ അതും കൊണ്ട് വരും. ജപ്തി നടപടിയോ വല്ലതും ഉണ്ടാകുമ്പോൾ ഇതും കൊണ്ട് വരും. ഞാൻ 2 പുതുക്കിയതാണ്, അതിനെ കൂനൊക്കെ പറയും. അപ്പോൾ പേപ്പറെല്ലാം ഞങ്ങൾക്കെല്ലാം രേഖകളാണ്. ഇവിടുന്ന് അല്പം ഒരു മൂവ്മെൻറ്റ് നടത്തി അപ്പോൾ തന്നെ എൻ്റെ പേപ്പറോ സീലോ ഒപ്പോ എല്ലാം ഉണ്ടാവും. ഉടമ്പടി തൈലം മേടിച്ചാൽ പോലും ഒപ്പുണ്ടാവും. അന്ന് ഒപ്പിടും ആ ഡേറ്റ് ഇട്ട്. കാര്യം ഉടമ്പടി തൈലം പിന്നെ ആൾക്കാർ എല്ലാ ദിവസവും എല്ലാ ആഴ്ചയിലും വന്ന് മേടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഒരു തുള്ളിയല്ലേ ഉപയോഗിക്കാൻ പാടുള്ളൂ, ആവശ്യമില്ലാതെ ഒത്തിരി ഉപയോഗിക്കേണ്ട കാര്യമില്ലത്. അപ്പം അതുകൊണ്ട് എല്ലാം നിങ്ങൾ പക്കായിട്ട് പോകണമെന്നാണ് അച്ഛൻ്റെ അഭിപ്രായം. കാര്യം ഉടമ്പടി ഉഴപ്പിയ ആത്മീയ കാര്യങ്ങൾക്ക് ഉടമ്പടി ദൈവത്തോട് ചെയ്ത വാഗ്ദാനം പാലിച്ചില്ല എന്നുള്ള രീതി വരുമ്പോൾ മെസ്സേജിന് ഇൻറ്റിമസി പോയി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ബന്ധം പോയാൽ മെസ്സേജ് ഫ്ലോപ്പാകും. കാര്യം ഒരു മെസ്സേജ് എടുക്കണമെങ്കിൽ 15 മിനിറ്റ് വേണം. ഒരു ദിവസം തന്നെ ഉടമ്പടി 250 പേര് എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾക്ക് എങ്ങനെ 15 മിനിറ്റ് കൊടുക്കണത്? അപ്പോൾ അയാൾ അത്രയും കണ്ട് അഡമൻ്റായിട്ട് ഉടമ്പടി എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ആളായിരിക്കണം. അപ്പോൾ 15 മിനിറ്റ് കൊടുത്താൽ നമുക്ക് പ്രശ്നമില്ല. അല്ലാത്തവർക്ക് ചിലപ്പോൾ ഒരു ബ്ലെസ്സിങ് മാത്രം മതി പ്രെയർ ചെയ്യാൻ. പക്ഷേ ഉടമ്പടി ആ ബ്ലെസ്സിങ് കിട്ടണമെങ്കിൽ പോലും ഉടമ്പടി കറക്റ്റായിരിക്കണം. അല്ലാതെ ആൾക്കാരൊന്നും ഞാൻ ബ്ലെസ് ചെയ്യത്തില്ല.
കാര്യം ഇത് അടിമപ്പാടല്ല, കാണുന്നവർക്കെല്ലാം ബ്ലസ് ചെയ്യണ അടിമപ്പാടല്ല ഇത് ഉടമ്പടി അനുസരിച്ച് ഉടമ്പടി ധ്യാനകേന്ദ്രമാണ്. അപ്പോൾ ഇത് സംസാരിക്കണമെങ്കിൽ പോലും ഉടമ്പടി അനുസരിച്ച് സംസാരിക്കത്തുള്ളൂ. ഞങ്ങൾ ചോദിക്കണ ഇതാണ്, ഉടമ്പടി എടുത്തതാണ്. രണ്ടാമത്തെ ചോദ്യം ഉടമ്പടി പുതുക്കിയാണ്. മൂന്നാമത്തെ ചോദ്യം സാക്ഷ്യം പറഞ്ഞതാണ്. ചില ആൾക്കാർ ഉടമ്പടി നീലയായിരിക്കും, പക്ഷേ സാക്ഷ്യം പറഞ്ഞു കാണാൻ പറ്റത്തില്ല. കാരണം സാക്ഷ്യം ഉണ്ടാകാതിരിക്കേണ്ട കാര്യമില്ല. സാക്ഷ്യം ഉണ്ടാകാതിരിക്കുന്ന കാര്യം ഒരു ഉഴപ്പിട്ട് തന്നെയാണ്, ഒരു സംശയമില്ല. കാര്യം ഉടമ്പടി ചുമ്മാ എടുത്താൽ സെക്കൻഡുകൾക്കുള്ളിലല്ലേ ആൾക്കാർക്ക് അനുഭവം കിട്ടണത്. അപ്പോൾ ഇവർക്ക് മാത്രം എന്താ, അപ്പോൾ ഇവർ പത്രം മേടിച്ച് ഇവിടെ വന്ന് ഒരു പരിധി വരവ് വന്ന് അങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കണം എന്നല്ലാതെ ഇവർ സാക്ഷ്യവും ചെയ്തിട്ടില്ല. സാക്ഷ്യം അവർക്ക് സാക്ഷി ഇല്ല. അപ്പോൾ സാക്ഷ്യം പ്രധാനപ്പെട്ട വിഷയമാണ്. സാക്ഷ്യത്തിന് വേണ്ടി ഒരു കൗണ്ടറുണ്ട്, അവിടെ ആളുണ്ടാകും. നിങ്ങൾ സാക്ഷ്യം എഴുതി കാണിക്കണം. എഴുതി കഴിഞ്ഞാൽ ചിലപ്പോൾ പറയിപ്പിക്കാൻ ചിലപ്പോൾ അനുവദിക്കത്തില്ല, പക്ഷേ ഒപ്പിട്ട് തരും. അത് നിങ്ങളുടെ പൗച്ചിൽ വെക്കണം. ഒപ്പിട്ട് തരണമെങ്കിൽ പറയിപ്പിക്കുന്ന സാക്ഷ്യമാണെങ്കിൽ പറയിപ്പിക്കും. കാര്യം ഒരു A ഗ്രേഡ് കിട്ടാതെ പറയിപ്പിക്കത്തില്ല. ഉടമ്പടി കണ്ടൻറ് ഉണ്ടാണ് ആ സാക്ഷ്യത്തിൽ. വല്ലതും വന്നതെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു അവസ്ഥയല്ല. അങ്ങനെ എന്തും പറയണ ഒരു സാക്ഷ്യമുള്ള സ്ഥലമല്ല. വളരെ ചുരുക്കം സാക്ഷ്യമേ പറയിപ്പിക്കത്തുള്ളൂ. അതായത് A ഗ്രേഡ് A1 ഗ്രേഡ് ഉണ്ടാകണം. കാര്യം കണ്ടൻറ് സമയബന്ധിതമായിരിക്കണം. പിന്നെ മേജർ സബ്ജക്റ്റ് ഹെവി ഡ്യൂട്ടി ആയിരിക്കണം. ദൈവം ഇടപെടലുണ്ടാകണം. അതൊക്കെയാണ് ഉടമ്പടി സാക്ഷ്യത്തിൻ്റെ ഒരു അതിൻ്റെ ഒരു ഫീച്ചർ അതാണ്. അല്ലാതെ നമ്മുടെ സാധാരണ പനി മാറി അതങ്ങനെ കോവിഡ് മാറി എന്നൊക്കെ പറഞ്ഞു വന്നാലൊന്നും അതെടുക്കത്തില്ല. അപ്പോൾ അത് തന്നെ മരുന്ന് കൊണ്ട് ചെയ്ത കാര്യം, മരുന്നിൻ്റെ അംശം ഉണ്ടെങ്കിൽ എടുക്കത്തില്ല. കാര്യം അത് മരുന്ന് കൊണ്ടാണല്ലോ. നിങ്ങൾ ആശുപത്രി കിടന്നതാണെന്ന് പറഞ്ഞാൽ പോലും അത് യൂട്യൂബിൽ കയറത്തില്ല. എന്താ കാര്യം, ആശുപത്രിയുടെ ഡോക്ടറിൻ്റെ കത്തോലിക്ക സഭയുടെ ഒരു പഠനമെന്ന് പറയുന്നത് ഡോക്ടർ നമ്മളെ ഹീൽ ചെയ്താൽ പോലും ദൈവം ഹീൽ ചെയ്താണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. എന്താണ്, ദൈവം ഡോക്ടറിനെ നമ്മളെ ഹീൽ ചെയ്യാൻ വേണ്ടി ദൈവം അങ്ങനെ അറിവ് കൊടുത്തിട്ട് അങ്ങനെ അത് ഉപയോഗിക്കുന്നു. അതാണ് സംഭവം. അപ്പം അതുകൊണ്ട് ആശുപത്രിയിൽ ഹീൽ ചെയ്തത് ആശുപത്രിയാണ് ഹീൽ ചെയ്തിരിക്കുന്നത്. അതിനവിടെ യേശുവിന് പങ്കുണ്ട്. പക്ഷെ അത് ഉടമ്പടിയുടെ മാത്രമല്ലത്. അതുകൊണ്ട് ഉടമ്പടിയുടെ മാത്രമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ സാക്ഷ്യമായിട്ട് എടുക്കുന്നത്. അപ്പം അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പക്ഷേ നിങ്ങൾക്ക് ഉടമ്പടിയുടെ മറ്റു കാര്യങ്ങളൊക്കെ ചെറിയ വീട് കിട്ടി അല്ലെങ്കിൽ വിവാഹം നടന്നു എന്നൊക്കെ സംഭവങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ പറയാം, അത് എഴുതി കൊടുത്താൽ ഒപ്പിട്ട് തരും. അത് നിങ്ങൾക്ക് സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ സാക്ഷ്യം നിങ്ങൾ പറഞ്ഞതിന് തുല്യമാണ്. പറഞ്ഞില്ലെങ്കിലും കാര്യം പറയാഞ്ഞതിൻ്റെ കാരണം എന്താണ്, അത് A ഗ്രേഡ് അല്ലാത്തത് കൊണ്ടാണ് പറയാതിരുന്നത്. പക്ഷേ നിങ്ങൾക്ക് സാക്ഷ്യം ഉണ്ട്, നിങ്ങൾ പറഞ്ഞ കാര്യം കിട്ടിയിട്ടുണ്ട്. ഇവിടെ പറയാൻ പറ്റുന്ന അത്രയും ഗ്രേഡില്ലെന്ന് മാത്രമേ അതിനുള്ളൂ. അപ്പോൾ അത് പക്ഷേ നിങ്ങൾക്ക് എഴുതി കഴിഞ്ഞാൽ നിങ്ങളത് ഇവിടുന്ന് ഒപ്പിട്ട് തരും. അലക്സാണ്ടർ അച്ഛനോ എഡ്വേർഡോ ആരാണെന്ന് വെച്ചാൽ സാക്ഷ്യം കൈകാര്യം ചെയ്യാൻ ജോമോളോ അവർ ഒപ്പിട്ട് തരും. അതിനകത്ത് അവർ ഒപ്പിട്ട് കഴിഞ്ഞാൽ അവർ 3 പേരുടെ ആണ് അച്ഛൻ അംഗീകരിക്കുന്നത്. അത് ഒപ്പിട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ സാക്ഷ്യം പറഞ്ഞ പോലെ കണക്കാക്കി കഴിഞ്ഞാൽ ഓഫീസിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്പർ തരും, കാണാനുള്ള നമ്പർ വരും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും മുമ്പിൽ സമയം ഉണ്ടാകരുത്. അതാണ് അച്ഛൻ ആൾക്കാർ കാണുന്നത്. ഇപ്പോൾ ജെട്ടി നടപടിയൊക്കെ സമയമില്ലല്ലോ, പ്രഗ്നൻ്റാണ്, പക്ഷേ കൊച്ചിന് ഓട്ടിസമാണ്, അത് ഡൗൺ സിൻഡ്രോമാണെന്ന് ഡോക്ടർ പറഞ്ഞു, എടുത്തു കളയാൻ പറഞ്ഞു. മുമ്പിൽ സമയമില്ല. അപ്പോൾ അതെല്ലാം ഡോക്ടർ അപ്പോൾ തന്നെ കാണും, അന്ന് തന്നെ കാണും. ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ ഉടനെ കാണും. രാവിലെ 12:30ക്കാണ് കാണുന്നത്. ആദ്യത്തെ ഉടമ്പടി കഴിഞ്ഞ ആൾക്കാർ ഇറങ്ങുന്ന 12:30 മണിക്കാണ് പുറത്ത് ഫ്രീ ആകണത്. അപ്പോൾ അവിടെ വെച്ച് 12 തൊട്ട് അച്ഛൻ ആൾക്കാരെ കാണും, ചിലപ്പോൾ 2 മണി വരെ കാണും. പിന്നീട് രണ്ടാമത്തെ ഉടമ്പടി എടുത്ത ആൾക്കാർ ഫ്രീ ആയി പുറത്ത് വരുന്നത് 3 മണിക്കാണ്. അപ്പോൾ 3:30 തൊട്ട് ഞാൻ ആൾക്കാരെ കാണാം. അപ്പോൾ അതിനുള്ളിൽ നിങ്ങൾക്ക് കൗണ്ടറിൽ നിന്ന് നിങ്ങളുടെ ഉടമ്പടി നിങ്ങൾ ഉടമ്പടി വളരെ സൂക്ഷിച്ച് വെക്കണേ. കാര്യം ഇത് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന ഒരു നിധിയാണ്. ഈ ഉടമ്പടിയോട് ബന്ധപ്പെട്ടുള്ള എല്ലാ ദൈവമായിട്ട് എന്തുമാത്രം അടുത്ത് വരാൻ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു അവസരമാണ്. നിങ്ങൾ ഭംഗിയായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി അച്ഛൻ പറയുന്നു.